Hi dear learners, I am Shahida. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിന്ദി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഹിന്ദി സാഹിത്യ का इतिहास ആദികാൽ से രീതികാൽ തക് എന്ന ലേണിംഗ് മെറ്റീരിയലിലെ സെക്കൻഡ് ബ്ലോക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോക്കിൽ വീരഗാഥ സാഹിത്യ ഏവം പ്രമുഖ രചനായം എന്നതാണ് നമ്മുടെ ടോപ്പിക്. ഇതിൽ മൂന്ന് യൂണിറ്റുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ വീരഗാഥ സാഹിത്യക്ക് വിശേഷതായം. വീരഗാഥ എന്ന് പറയുമ്പോൾ ആദ്യകാലത്തിന്റെ മറ്റൊരു പേരാണ്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ വീരഗാഥ സാഹിത്യക്ക് വിശേഷതായം, ഈ വീരഗാഥ ആദ്യകാലത്തിലെ സാഹിത്യത്തിന്റെ വിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, വീരഗാഥ സാഹിത്യക്ക് വിശേഷതായം സമസ്താഹ്യം, വീരഗാഥ സാഹിത്യത്തിന്റെ വിശേഷതകൾ മനസ്സിലാക്കുന്നു. വീരഗാഥ കാലത്തെ കവിയോം കെ ഭാര്യമേ സമസ്താഹ്യം, വീരഗാഥ കാലത്തിലെ ഈ ആദ്യകാലത്തിലെ കവികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. വീരഗാഥ കാലത്തെ ഐതിഹാസിക പരിസ്ഥിതി സമസ്താഹ്യം, ഈ ആദ്യകാലത്തിലെ ചരിത്രപരമായിട്ടുള്ള ആ പരിസ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. വീരരസ് പ്രധാന രചനാവും കെ പരിചയ പ്രാപ്തവത്താഹെ, ഈ വീരഗാഥ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കാലഘട്ടത്തിലെ രചനകൾ എങ്ങനെയുള്ളതാണ്, വീരരസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രചനകളായിരുന്നു. ആ രചനകൾ ഏതൊക്കെയാണ് എന്നുകൂടെ നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ആദികാൽ ഹിന്ദി സാഹിത്യക്ക് ആരംഭിക കാൽ ഹെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 4 കാലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതിൽ ഈ വീരഗാഥാകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദികാൽ എന്ന് പറഞ്ഞാൽ ആരംഭിക കാൽ, ഹിന്ദി സാഹിത്യം തുടങ്ങുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ വീരഗാഥാകാൽ എന്ന് പറയുന്നത്. ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദിനെ ഇസ് കാൽ കോ ആദികാൽ സംഖ്യ ദിയാ ഹെ, ഈ കാലത്തിന് ആദികാൽ എന്ന പേര് കൊടുത്തതാരാണ്, ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി ആണ്. लेकिन आचार्य रामचंद्र शुक्ल जी ने अपने इतिहास ग्रंथ में इस काल का नाम വീരഗാഥാ കാൽ रखा है. പക്ഷേ നമ്മൾ ഈ ഹിന്ദി സാഹിത്യം പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ വാക്കാണ്. അപ്പോൾ അദ്ദേഹം ഈ കാലത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്, വീരഗാഥാ കാൽ. എന്താണ് അതിൻ്റെ അർത്ഥം, വീരഗാഥാ കാൽ എന്ന് പറഞ്ഞാൽ വീരരസം തുളുമ്പുന്ന രചനകളുള്ള കഹാനികൾ നിറഞ്ഞ കാലഘട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. വീരഗാഥ കാ അർത്ഥ ഹെ വീരതാ കി കഹാനിയ, വീരകാലത്തിന്റെ അർത്ഥം എന്താണ്, വീരരസം തുളുമ്പുന്ന കഥകളുടെ സാഹിത്യം. ഇസ് കാൽ കെ സമയ സീമ കോ ആചാര്യ രാമചന്ദ്ര ശുക്ല ने संवत 1050 से 1377 तक मानी है. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ അഭിപ്രായ പ്രകാരം 1050 മുതൽ 1375 വരെയുള്ള ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീരഗാഥാകാൽ എന്ന് പറയുന്നത്. ഈ സമയം രാസോ സാഹിത്യ, സിദ്ധ സാഹിത്യ, ജൈന സാഹിത്യ और നാദ സാഹിത്യ മിൽത്താ ഹെ, ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ളതായിരുന്നു രാസോ സാഹിത്യ, സിദ്ധ സാഹിത്യ और നാദ സാഹിത്യ. കൂടാതെ മുക്തക രചനായേം ഭി മിൽത്തി ഹെ, കൂടാതെ അന്ന് ഇതിലൊന്നും പെടാതെ ഇതിലും പെടാതെയുള്ള മുക്തക രചനകളും ഫ്രീ ആയിട്ടുള്ള രചനകളും അന്ന് ഉണ്ടായിരുന്നു. വീരഗാഥ കാൽ के अधिकांश कवियों ने अपभ्रंश भाषा को मुख्य भाषा मानता है. വീരഗാഥ കാലത്തിലുള്ള അധികം എഴുത്തുകാരുടെയും ഭാഷ എന്ന് പറയുന്നത് അപഭ്രംശ് ആയിരുന്നു. ഇസ് കാൽ കെ കവിയോം നെ വീരസ് ഏവം ശൃംഗാർ രസ് കോ പ്രധാനത ദിയാ ഹെ, ഈ കാലഘട്ടത്തെ രചനകളിലെല്ലാം കൂടുതലായി കാണപ്പെട്ടിരുന്ന രസം എന്ന് പറയുന്നത് ശൃംഗാര രസവും വീരരസവും ആയിരുന്നു. ഇനി നമ്മൾക്ക് ഇതിൽ പ്രമുഖമായിട്ട് പറയുന്ന കാര്യങ്ങൾ, വീരരസ പ്രധാന രചനാओं की बहुलता, वीर और श्रृंगार रस की प्रधानता, रासो काव्य की श्रेष्ठता,
काव्य की राष्ट्रीय भावना का अभाव, अपभ्रंश भाषा को साहित्य भाषा के रूप में प्रयोग, पहला महाकाव्य पृथ्वीराज रासോ की പ്രാമാണികത के बारे में मतभेद. ഇതൊക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വീരരസ പ്രധാന രചനാവും की ബഹുലത. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വീരരസം തുളുമ്പുന്ന രചനകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കൂടാതെ വീർ ഔർ ശൃംഗാരസ് की പ്രധാന വീരരസത്തിന്റെയും ശൃംഗാരരസത്തിന്റെയും പ്രാധാന്യത, രാസോ കാവ്യ की ശ്രേഷ്ഠത, രാസോ കാവ്യത്തിന്റെ ശ്രേഷ്ഠത, കാവ്യമേം രാഷ്ട്രീയ ഭാവന का अभाव. ഈ കാവ്യങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഭാവനയുടെ അഭാവം, അപഭ്രംശ ഭാഷക്കോ സാഹിത്യ ഭാഷയ്ക്ക് രൂപമേ. അപഭ്രംശ ഭാഷയെ ആദ്യമായിട്ടൊരു സാഹിത്യ ഭാഷയായിട്ട് പ്രയോഗിക്കുന്നത് ഈ കാലഘട്ടത്താണ്. പഹല മഹാകാവ്യ പൃഥ്വിരാജ് രാസോ की പ്രാമാണികത के बारे में मतभेद. ആദ്യത്തെ മഹാകാവ്യമായ പൃഥ്വിരാജ് രാസോയുടെ ഐതിഹാസികതയെ ചൊല്ലിയുള്ള ചർച്ചകൾ. ഇതെല്ലാമാണ് നമ്മൾ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത്. आचार्य रामचंद्र शुक्ल जी ने आदिकाल को वीरगाथा काल नाम दिया. आचार्य रामचंद्र शुक्ल आदिकालത്തിന് वीरगाथा काल എന്ന പേര് കൊടുത്തു. शुक्ल जी ने बताया था कि जिस कालघट्ट के भीतर किसी विशेष ढंग की रचनाओं को प्रचुरता दिखाई पड़ी है वही एक अलग काल माना गया है और उसका नाम उन्हीं रचनाओं के अनुसार किया गया है. ആചാര്യ രാമചന്ദ്ര ശുക്ല എന്താണ് പറഞ്ഞത് വെച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള രചനകളുടെ പ്രാബല്യമാണോ കൂടുതലായി കാണപ്പെടുന്നത് ആ കാലഘട്ടത്തെ ആ ഒരു രചനകളുടെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിന് പേര് കൊടുക്കുന്നത് എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ആദ്യകാലത്തിൽ കൂടുതലും കാണപ്പെട്ട് വീരരസം തുളുമ്പുന്ന കഥകളായതുകൊണ്ടാണ് വീരഗാഥാ കാൽ എന്ന് അദ്ദേഹം ആ കാലഘട്ടത്തിന് പേര് കൊടുത്തത്. शुक्ल जी ने उस काल में प्राप्त 12 ग्रंथों के आधार पर പ്രാരംഭിക കാൽ को വീരഗാഥാ കാൽ നാം ദിയാ ഹെ. ശുക്ലജി ഈ കാലഘട്ടത്തിൽ കാണപ്പെട്ട 12 രചനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാലഘട്ടത്തിന് വീരഗാഥാ കാൽ എന്ന പേര് കൊടുത്തത്. इसमें 4 अपभ्रंश രചനായും और 8 ഹിന്ദി രചനായും भी है. ഇതിൽ 4 എണ്ണം അപഭ്രംശ ഭാഷയിലുള്ള രചനകളും 8 എണ്ണം ഹിന്ദി ഭാഷയിലുള്ള രചനകളും ആയിരുന്നു. ആദികാലീൻ വീരഗാഥാത്മക രചനാവും की പ്രമുഖ പ്രവൃത്തിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ആദികാലത്തിലെ വീരഗാഥാത്മക വീരരസം തുളുമ്പുന്ന വീരകഥകൾ തുളുമ്പുന്ന ഈ രചനകളുടെ പ്രമുഖമായിട്ടുള്ള വിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐതിഹാസികതക അഭാവം. പ്രധാനപ്പെട്ട ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിന്റെ അഭാവം. ഈ രചനകളിലൊന്നും ചരിത്രമുണ്ടായിരുന്നില്ല. ചരിത്രത്തിന് പകരം കാൽപ്പനികതയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിന്റെ ഒരു അഭാവം ഈ രചനകളിൽ കാണപ്പെട്ടിരുന്നു. വീരഗാഥാ കാൽ के कवियों ने अपने आश्रयदाताओं का वर्णन किया है. വീരഗാഥാ കാലത്തിലുള്ള കവികൾ അവരുടെ ആശ്രയദാത എന്ന് പറയുന്നത് അവരേത് രാജാവിന്റെ കീഴിലാണോ ഉള്ളത് അവർ രാജകവികളാണ്. ആ രാജാവിന്റെ വർണ്ണനിക്കുക. അവര് ഒരു രാജാവിന്റെ കീഴിലുള്ള രാജകവികൾ ആയതുകൊണ്ട് തന്നെ ആ രാജാവിന്റെ വർണ്ണനകളാണ് അവർ കൂടുതൽ എഴുതിയിരുന്നത്. വേ അപ്നി കൽപ്പന കെ ബൽ സേ അതിശയോക്തി പൂർണ്ണ വർണ്ണൻ കിയാ ഹെ. അവർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ അവരുടെ ഭാവന ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വർണ്ണനയാണ് രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നത്. കാരണം ആ രാജാവിനെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അവരെ കൂടുതലായിട്ടും വർണ്ണിച്ചെഴുതിയിരുന്നു അർത്ഥം. इसलिए इसमें ऐतिहासिक तत्व एवं सत्यता की कमी. അതുകൊണ്ട് തന്നെ ഈ രചനകളിലെല്ലാം ചരിത്രവും കുറവായിരുന്നു, അതുപോലെ തന്നെ എന്തായിരുന്നു സത്യവും കുറവായിരുന്നു. ഇൻ കവിയോं को काव्य के नायक ऐतिहासिक. ഈ എഴുത്തുകാരുടെ സാഹിത്യകാരുടെ എല്ലാം നായകന്മാര് വീരപുരുഷന്മാരും ചരിത്രത്തിലുള്ളവരാണ്. പക്ഷേ അതിനുള്ളിലുള്ള കണ്ടന്റ് എന്തായിരുന്നു? ഭാവനാത്മകമായിരുന്നു. लेकिन घटनाओं के क्रम विभिन्न नामावली संबंध तथा तिथियों आदि बात संदिग्ध है. പക്ഷേ അവർ എഴുതുന്ന കഥയിലുള്ള നായകൻ ജീവിച്ചിരുന്ന ആളായിരുന്നു, ചരിത്രത്തിലുള്ള ആളായിരുന്നു. പക്ഷേ ആ സാഹിത്യ കൃതിയിൽ പറയുന്ന ഘടന എന്ന് പറയുന്ന സംഭവങ്ങളും വിഭിന്ന നാമാവലി അതിലുള്ള പലതരത്തിലുള്ള പേരുകളും സംബന്ധ് വർഷവും തഥാ തിഥിയാം അതിലുള്ള ഡേറ്റുകളും ഒക്കെ എന്തായിരുന്നു? സന്ദിഗ്ധായിരുന്നു. നമുക്ക് സംശയമാണ് അത് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ നമുക്ക് സംശയമായിരുന്നു. കാരണം അത് കറക്റ്റ് ആയിരുന്നില്ല അവർ കൊടുത്തിരുന്ന ഡേറ്റുകളെല്ലാം.
ऐतिहासिकता का अभाव वीरगाथा काल के कृतियों में स्पष्ट दिखाई देता है. അതായത് ഈ ചരിത്രത്തിന്റെ കുറവ്, ഹിസ്റ്ററിപരമായി നോക്കുമ്പോൾ ഇതെല്ലാം എന്തായിരുന്നു, അതെല്ലാം നമുക്ക് സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള ഈ ഭാവന കൂടുതലായതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ചരിത്രത്തിന്റെ കുറവ് ഈ ആദ്യകാലത്തിലുള്ള എല്ലാ കൃതികളിലും നമുക്ക് കാണുമായിരുന്നു. അടുത്ത പോയിന്റ്, ആശ്രയദാതാവും കി പ്രശംസ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആശ്രയദാതാവും കി പ്രശംസ എന്താണ്? ഇവർ ഓൾറെഡി ഒരു രാജകവികളായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ രാജാക്കന്മാരെ വർണ്ണിച്ചുകൊണ്ട് അവരെ കൂടുതലായിട്ട് പ്രശംസിച്ചുകൊണ്ടുള്ള കൃതികളാണ് അവർ എഴുതിയിരുന്നത്. വീരഗാഥാകാലീന സാഹിത്യക്ക് അധികാംശ കവി രാജാശ്രിത് थे. ഈ വീരഗാഥ കാലത്തുണ്ടായിരുന്ന അധികം എഴുത്തുകാരും രാജാശ്രിത് രാജകവികളായിരുന്നു. വേ അപ്പിനെ ആശ്രയദാതാവും की പ്രശംസ करते थे. അവർ അവരുടെ ആശ്രയദാത എന്ന് പറയുമ്പോൾ അവർ രാജാവിനെ പ്രശംസിച്ചുകൊണ്ടാണ് എഴുതിയിരുന്നത്. इससे इन्हें माना एवं धन की प्राप्ति होती है. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തൊക്കെ കിട്ടി? നല്ല റെസ്പെക്റ്റ് കിട്ടി, കൂടാതെ ഒരു കൂടുതൽ പണവും കിട്ടി. इस काल के कवियों ने आश्रयदाताओं का भावनापूर्ण तथा അതിശയോക്തിപൂർണ്ണ വർണ്ണൻ किया है. ഇവരെന്ത് ചെയ്തു? ഇവർ അവരുടെ രാജാവിനെ നല്ല ഭാവനാപൂർണമായിട്ടും അതിശയം തുളുമ്പുന്ന തരത്തിലുമുള്ള രചനകളും വർണ്ണനകളും നടത്തി. कवियों ने अपने अपने रचनाओं को देवी देवताओं से भी श्रेष्ठ बताया है. ഈ കവികളെല്ലാം അവരുടെ രാജാക്കന്മാരെ ദേവി ദേവന്മാരും അവരുടെ ദൈവത്തെക്കാൾ ഉയർന്ന സ്ഥാനമാണ് കൊടുത്തിരുന്നത്. कवियों ने स्पष्ट मालूम होता है कि इन कवियों ने अपनी आमदनी तथा स्वार्थता हेतु अपने आश्रयदाताओं की झूठी प्रशंसा की. ഇതിൽ നിന്ന് നമുക്കൊന്ന് വ്യക്തമാകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരവരുടെ സ്വാർത്ഥത കാരണം അവർക്ക് കൂടുതൽ പണം ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ ആശ്രയദാതാക്കളായ രാജാക്കന്മാരെ അനാവശ്യമായിട്ട് കൂടുതൽ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. कवियों ने राजाओं की धर्म कर्म वीरता शौर्य प्रसिद्धि ഐശ്വര്യ ആദി ആശ്ചര്യചകിത വർണ്ണൻ കിയാ ഹെ. കവികൾ രാജാവിൻ്റെ ധർമ്മനിഷ്ഠതയെക്കുറിച്ചും വീരതയെക്കുറിച്ചും ശൗര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള വർണ്ണനകളാണ് നടത്തിയിരുന്നത്. അടുത്ത പോയിന്റ്, സന്ദിഗ്ധ രചനായ. ഈ കാലഘട്ടത്തിൽ സംശയാസ്പദമായ രചനകളാണ് രചിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഐതിഹാസികതയുടെ കമ്മി കൊണ്ട് നമുക്ക് സംശയമാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നോ എന്ന തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള രചനകളാണെന്ന് എഴുതിയിരുന്നത്. वीरगाथा काल के राष्ट्रीय ग्रंथों में मुख्यतः सत्यता का अभाव दृष्टिगोचर है. ഈ ആദ്യകാലത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പ്രധാനമായും സത്യത്തിന്റെ കുറവ് നമ്മൾക്ക് എല്ലാ രചനകളിലും കാണാമായിരുന്നു. ഇസ്മേം കാലക്രം രചനാകാൽ ഘടനാക്രം ആദ്യമേ സന്ദിഗ്ധത ദിക്കായി ദേത്തി ഹെ. ഈ രചനകളിലെല്ലാം കാലക്രം അതിൻ്റെ സമയം, കൂടാതെ രചനയുടെ കാലം, ഘടനാക്രം സംഭവങ്ങളുടെ ക്രമം, ഇവയിലെല്ലാം നമ്മൾക്ക് സംശയം തോന്നുമായിരുന്നു. കവിയോं ने भावना तथा അതിശയോക്തിപൂർണ്ണ വർണ്ണൻ രീതി സ്വീകാർ കിയാ ഹെ. കവികളെല്ലാം തങ്ങളുടെ ഭാവനയും അതിശയോക്തിയും ഉപയോഗിച്ചിട്ടുള്ള വർണ്ണനകളാണ് ഈ രചനകളിലെല്ലാം നടത്തിയിരുന്നത്. इसमें भाषा प्रसंगों पात्रों तथा संबंध तिथियों में गलती पाई जाती है. ഈ കൃതികളുടെ ഭാഷയും അതിലെ സംഭവങ്ങളും കഥാപാത്രങ്ങളും കാലഘട്ടവുമെല്ലാം നമുക്ക് തെറ്റാണ് എന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും. इसलिए वीरगाथा काल के कृतियों को संदिग्ध रचनाएं कहा जाता है. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തിലുള്ള രചനകളെ നമ്മൾ എന്ത് രചനകൾ എന്ന് പറയുന്നു? സംശയാത്മകമായ രചനകൾ എന്ന് പറയുന്നു. നമുക്കത് പൂർണ്ണമായും കറക്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സംശയാസ്പദമായ രചനകൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ ശുക്ലജി പറഞ്ഞു പൃഥ്വിരാജ് രാസോയാണ് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യകാലത്തിലെ ഏറ്റവും മഹത്തായ രചനയാണ് പൃഥ്വിരാജ് രാസോ. ഇത് എഴുതിയതാരാണ്? ചന്ദ് ബർദായി. അദ്ദേഹത്തിന്റെ രചനയെ കുറിച്ച് നോക്കാം. വീരഗാഥാ കാൽ की പ്രമുഖ രചന പൃഥ്വിരാജ് രാസോ ഹെ. വീരഗാഥാ കാലത്തിലെ ഏറ്റവും പ്രമുഖമായ രചന എന്ന് പറയുന്നത് പൃഥ്വിരാജ് രാസോയാണ്. ഇത് പൃഥ്വിരാജ് ചൗഹാന്റെ ചരിത്ര पर आधारित है. ഇത് പൃഥ്വിരാജ് ചൗഹാന്റെ ഇതിൽ പറയുന്നത് പൃഥ്വിരാജ് ചൗഹാന്റെ ചരിത്രമാണ് പറയുന്നത്. ഇസ്കെ രചയിത കവി ചന്ദ് ബർദായി. ഇത് എഴുതിയിരിക്കുന്ന കവി ചന്ദ് ബർദായി എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. വിദ്വാനോं के मत में इसमें समय समय पर परिवर्तन हुआ है.
ഇത് പരിശോധിച്ച വിദ്വാൻമാർ പറയുന്നത് ഇതിലെ സമയങ്ങൾ ഓരോ സമയങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ്. इसलिए पृथ्वीराज रासो को आचार्य रामचंद्र शुक्ल, डॉक्टर हजारी प्रसाद द्विवेदी, डॉक्टर रामकुमार वर्मा, डॉक्टर सुनीत कुमार चैटर्जी जैसे विद्वान अप्रामाणिक रचना मानते हैं. ഇതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് രാസോയെ ആചാര്യ രാമചന്ദ്ര ശുക്ല, ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി, ഡോക്ടർ രാംകുമാർ വർമ്മ, ഡോക്ടർ സുനീത് കുമാർ ചാറ്റർജി എന്നിവരെല്ലാം ഇതിന് എന്ത് രചനയാണ്? അപ്രമാണിക് രചന. ഇതിനെ പ്രാമാണികമായിട്ടും പറയാവുന്ന ഒരു രചനയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു അപ്രമാണിക് രചനയാണ് എന്ന് ഈ പറയുന്ന വിദ്വാൻമാരെല്ലാം പറഞ്ഞു. ഇസേ കുച്ച് വിദ്വാനും അർദ്ധപ്രാമാണിക് മാനത്തെ. ഇതിനെ കുറിച്ച് വിദ്വാൻമാർ എന്ത് പറഞ്ഞു? ഇത് കുറച്ച് ശരിയാണ്, അതുകൊണ്ട് ഇതൊരു അർദ്ധപ്രാമാണിക് രചനയാണ് എന്ന് പറയുന്നു. ഡോക്ടർ ശ്യാം സുന്ദർ ദാസ്, ഡോക്ടർ വിപിൻ കുമാർ ആദി വിദ്വാനോനെ പ്രാമാണിക് മാനം. ഇവരൊക്കെ ഡോക്ടർ ശ്യാം സുന്ദർ ദാസും ഡോക്ടർ വിപിൻ കുമാറും ഇതിനെ പ്രാമാണിക, ഇത് സത്യമാണ്, ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണ്, ഇതൊരു പ്രാമാണികമായ രചനയാണ് എന്ന് ഇവർ പറഞ്ഞു. वैसे वीरगाथा काल के बीसलदेव रासो, विजयपाल रासो, परमाल रासो, घुम्मान रासो, हमीर रासो आदि रासो ग्रंथ भी സന്ദിഗ്ധ മാനേ ജാത ഹെ. ഇതുപോലെ തന്നെ വീരഗാഥാകാലത്തിലെ മറ്റു പ്രധാനപ്പെട്ട രാസോ ഗ്രന്ഥങ്ങളാണ് ബീസൽദേവ് രാസോ, വിജയപാൽ രാസോ, പരമാൽ രാസോ, ഹുമ്മാൻ രാസോ, ഹമീർ രാസോ. ഈ ഗ്രന്ഥങ്ങളും സംശയാസ്പദമായ രചനകളാണ് എന്നാണ് പറയുന്നത്. ഇത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സങ്കുചിത രാഷ്ട്രീയതയാണ്. ഇതിന്റെ ഇടുങ്ങിയ ദേശീയത, അതായത് ഇതില് രാജാവിനെ കുറിച്ചുള്ള വർണ്ണനകളും യുദ്ധവർണ്ണനകളും മാത്രമേ ഉള്ളൂ. ജനങ്ങളെ കുറിച്ചോ ആ നാടിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങൾ പറയുന്നില്ല ഈ രചനകളിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദേശീയത എങ്ങനെയാണ്? സങ്കുചിതമാണ്. ആ കാലഘട്ടത്തെ ദേശീയതയെ കുറിച്ചൊന്നും ആ രചനകളിൽ പറയുന്നില്ല. वीरगाथाकालीन रचनाओं में राजाओं की वीरता एवं युद्धों का वर्णन अधिकांश पाया जाता है. വീരഗാഥാകാല രചനകളിൽ യുദ്ധത്തിന്റെ വർണ്ണങ്ങളും രാജാവിന്റെ പ്രശംസയുമാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. इसमें राष्ट्रीयता का पूर्ण रूप से अभाव देखने को मिलता है. ഇതിൽ ദേശീയതയുടെ പൂർണ്ണ രൂപത്തിലുള്ള അഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. उस काल में कुछ गांव, कुछ प्रांत अथवा छोटे छोटे राज्यों को ही राष्ट्र माना जाता है. ഈ കാലത്ത് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ പ്രാന്തപ്രദേശങ്ങൾ, ചെറിയ ജില്ലകളെ പോലും ഒരു രാഷ്ട്രമായിട്ടാണ്, ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരുള്ള ഒരു കാലഘട്ടമാണ് പണ്ടത്തെ കാലഘട്ടം. അതൊക്കെ ഒരു ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടാണ് പണ്ട് കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നത്. വഹാം കെ രാജാവും അപ്പന സാമ്രാട്ട് മാറ്റത്. അങ്ങനെ ചെറിയ ചെറിയ രാജ്യങ്ങളിലെ ചെറിയ രാജാക്കന്മാർ പോലും അവരെ സ്വയം ഞങ്ങൾ ചക്രവർത്തികളാണ് എന്നാണ് കരുതിയിരുന്നത്. ഇൻ രാജാവും കെ ബീച്ച് കാരണം അകാരൻ സമയ അസമയ പർ യുദ്ധ ഹോത്തെ. ഈ രാജാക്കന്മാർക്കിടയിൽ കാരണത്തോടുകൂടിയും കാരണമില്ലാതെയും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. യുദ്ധ का मुख्य कारण സുന്ദരിയാം, രാജ്യവിസ്താർ, ധൻ പ്രാപ്തി ആദി. യുദ്ധത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? അതിസുന്ദരികളായ സ്ത്രീകൾ, രാജ്യത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, കൂടുതൽ പണം സമ്പാദിക്കൽ, ഒരു രാജ്യത്തെ കൊള്ളയടിച്ച് കൂടുതൽ അവിടുത്തെ ധനം സമ്പാദിക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് യുദ്ധത്തിനുണ്ടായിരുന്ന കാരണങ്ങൾ. इसलिए वीरगाथा काल मालूम होता है कि इस काल के राजा तथा उनके कवि पूरे भारत को एक राष्ट्र नहीं मानते थे. ഈ കാലഘട്ടത്തിലുള്ള ഒരു കവിയും ഒരു രാജാവും മൊത്തം ഭാരതത്തിനെ ഒരു രാജ്യമായിട്ട് കണക്കാക്കിയിരുന്നില്ല. इसलिए वीरगाथा काल के कवियों के राजाओं में संकुलित एवं സ്വാർത്ഥപരത, പൂർണ്ണ രാഷ്ട്രീയത ദൃഷ്ടിഗോചര. ഇതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ കവികളിലും രചനകളിലും സങ്കുചിതമായ ഇടുങ്ങിയ രാഷ്ട്രീയതയും സ്വാർത്ഥപരമായ ഒരു ദേശീയതയുമാണ് നമുക്ക് കാണുക. എൻ്റെ സ്വന്തം രാജ്യമാണ് എന്നുള്ളൊരു ചിന്ത, അവരെ ചെറിയ രാജ്യമാണ് തങ്ങളുടെ, മൊത്തം ഇന്ത്യ അവരൊരിക്കലും ഒരു ഞങ്ങളുടെ രാജ്യമായിട്ട് ഒരു രചനകളിലും കണക്കാക്കിയിട്ടില്ല. നെക്സ്റ്റ് പോയിന്റ്, യുദ്ധോം കാ വർണ്ണൻ. യുദ്ധത്തിന്റെ വർണ്ണന. वीरगाथा काल में छोटे छोटे राज्य के राजा समय समय पर युद्ध करते थे. വീരഗാഥാ കാലത്തിലെ ചെറിയ ചെറിയ രാജാക്കന്മാർ വെറുതെ ഓരോ സമയങ്ങളിൽ യുദ്ധം നടത്തിക്കൊണ്ടേയിരുന്നു. कभी कभी युद्ध में आश्रयदाता राजाओं के साथ कभी भी तलवार लेकर युद्ध में उतरते थे. പലപ്പോഴെല്ലാം യുദ്ധത്തിലെ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരും വാളെടുത്ത് യുദ്ധത്തിന് പോയിരുന്നു. താല്പര്യ കവിയോനെ യുദ്ധമോ അപ്പിനി ആക്കോംസെ ദേഖാത. ഇതിലൊരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ചാൽ ഈ എഴുതുന്ന കവികളെല്ലാം തന്നെ യുദ്ധങ്ങൾ നേരിട്ട് കണ്ടവരാണ്.
इसी कारण इन कवियों ने सेना बल, युद्ध सामग्री, योद्धाओं का भाव, उत्साह, निरुत्साह आदि तथा विविध मानसिक दशाओं का സജീവ വർണ്ണൻ കിയ. ഇതുകൊണ്ട് തന്നെ ഇവരുടെ രചനകളിലെ യുദ്ധവർണ്ണനകളെല്ലാം സജീവമായിരുന്നു. കാരണം അവരിതൊക്കെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെ സേനയുടെ ഫലം എത്രയാണ്, യുദ്ധ സാമഗ്രികൾ എന്തെല്ലാമാണ്, യോദ്ധാക്കളുടെ ഭാവം എന്താണ്, അവരുടെ ഉത്സാഹവും നിരുത്സാഹവും എല്ലാം അവർ നേരിട്ട് അവരുടെ മാനസിക സംഘർഷങ്ങളെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് ആണ് ഇവർ ഈ രചനകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധവർണ്ണന എപ്പോഴും നമുക്ക് സജീവമായിട്ട് ഇതിൽ വായിച്ചെടുക്കാൻ കഴിയും. യുദ്ധ പ്രസംഗവുമേ കവിയോമേ കൽപ്പനാക്കോ സ്വീകാർ ഹേ. പക്ഷെ എങ്കിലും ഈ യുദ്ധത്തിൽ പോലും അവർ അവരുടെ ഭാവന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. हिंदी साहित्य के वीरगाथा काल में युद्धों का आंखों देखकर जितना वर्णन मिलता है उतना और किसी काल में नहीं मिलता है. ഈ ആദ്യകാലത്തിലെ രചനകൾ വായിക്കുമ്പോഴാണ് നമുക്കൊരു യുദ്ധം എങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ നേരിട്ടൊരു യുദ്ധം കാണുന്നത് പോലെയുള്ളൊരു വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വർണ്ണന മറ്റ് ഏതൊരു കാലഘട്ടത്തിലെ സാഹിത്യത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. ऐसे प्रसंगों में वीर मुख्य रस बना है तथा അതിശയോക്തി അലങ്കാർ उसका सहज हुआ है. ഈ കാലഘട്ടത്തിലെ രചനകളിലെ രസം എന്ന് പറയുന്നത് വീരരസവും കൂടാതെ അലങ്കാരം എന്ന് പറയുന്നത് അതിശയോക്തി അലങ്കാരവുമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രകൃതി ചിത്രം അടുത്ത പോയിന്റ് ആണ്. പ്രകൃതിയെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന്. वीरगाथा काल के साहित्य में युद्धों एवं सुंदरियों का वर्णन ही प्रचुर होने से പ്രകൃതി ചിത്രം നാം മാത്ര हो गया है. വീരഗാഥാകാല രചനകളിൽ യുദ്ധത്തെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചുമാണ് സ്ത്രീ സൗന്ദര്യത്തെയുമാണ് കൂടുതൽ വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി വർണ്ണന വളരെ പേരിന് വേണ്ടി കുറച്ച് മാത്രമേ പ്രകൃതി വർണ്ണന ഈ രചനകളിലെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. इस काल के कृतियों में प्रकृति के विभिन्न रूपों का वर्णन नहीं पाया जाता है. ഈ കാലഘട്ടത്തിലെ രചനകളിൽ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ ഒന്നും വർണ്ണിക്കപ്പെട്ടിട്ടില്ല. इस काव्यों में यंत्र तंत्र प्रकृति चित्रण मिलता है. ഇതിൽ വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് നാമവേഷം ഒരു പേരിന് വേണ്ടി മാത്രമാണ് പ്രകൃതി ചിത്രം കൊടുത്തിട്ടുള്ളത്. किंतु यह चित्रण आलംബൻ തഥാ ഉദ്ദീപൻ രൂപവും ഹി ഹെ. ഈ ഉള്ള കുറച്ച് പ്രകൃതി ചിത്രം എന്താണ് അവരുടെ പ്രണയത്തിന്റെ ഉദ്ദീപനവും ആലംബനവും വർണ്ണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പ്രകൃതിയെ ഉപയോഗിച്ചിരിക്കുന്നത്. पृथ्वीराज रासों में नगर, नदी, पर्वत, उपवन आदि का वर्णन काफी मनोरम है. പൃഥ്വിരാജ് രാസോയിലെ നഗരത്തെ വർണ്ണിച്ചിരിക്കുന്നതും നദിയെ വർണ്ണിച്ചിരിക്കുന്നതും പർവ്വതത്തെ വർണ്ണിച്ചിരിക്കുന്നതും പൂന്തോട്ടത്തെ വർണ്ണിച്ചിരിക്കുന്നതും എല്ലാം വളരെ മനോഹരമായിട്ടാണ്. കഹിം കഹിം രാജ്യ, നഗർ, പഞ്ചി ആദി കാ വർണ്ണൻ ഹുവാ ഹെ. അവിടെവിടങ്ങളിലായിട്ട് രാജ്യത്തിന്റെ വർണ്ണനയും നഗരത്തിന്റെ വർണ്ണനയും പക്ഷികളുടെ വർണ്ണനയും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയും. പ്രകൃതി ചിത്രം സാമാന്യതഃ നീരസ് ഔർ ഉപാവ്. ഈ പ്രകൃതി ചിത്രം വളരെ വളരെ കുറവും നമുക്ക് അത് നീരസം ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രവും മാത്രമാണ് ആദ്യകാലത്തെ രചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആശ്രയദാതാവും की അതിശയോക്തിപൂർണ്ണ പ്രശംസ. ഇനി മറ്റൊരു പ്രധാന പോയിന്റ് ആണ് ഈ ആശ്രയദാതാക്കളുടെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശംസ. वीरगाथा काल के कवियों के मुख्य उद्देश्य രാജാശ്രയ പാനാ था. വീരഗാഥാകാലത്തെ കവികളുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് രാജാവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നതാണ്. इसके लिए वे राजाओं की झूठी प्रशंसा करते थे. ഇതിനു വേണ്ടി അവർ രാജാവിനെ തെറ്റായ അസത്യമായിട്ടുള്ള പ്രശംസകൾ അവർ നടത്തിയിരുന്നു. इसी कारण इस काल का रासव साहित्य दरबारी साहित्य माना जाता है. അതുകൊണ്ട് തന്നെ ഈ കാലത്തെ രാസവ സാഹിത്യം എന്ന് പറയുന്നത് ദർബാരി സാഹിത്യം എന്നാണ് പറയുന്നത്. अपने आश्रयदाताओं की प्रसन्न करने के लिए वह वास्तविक और अवास्तविक सभी प्रकार की घटनाओं का वर्णन करता है. ഈ രാജാവിന്റെ പ്രീതി നേടുന്നതിന് വേണ്ടി തന്നെ അവർ അവിടെയുള്ള ഈ സംഭവങ്ങളെയെല്ലാം സ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളെ മാറ്റിമറിച്ച് അവർ ഭാവനാത്മകമായി അതിനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. इन അതിശയോക്തിപൂർണ്ണ വർണ്ണനോं का केंद्र ആശ്രയദാതാ ഹി ഹുവാ करता है. ഈ അതിശയോക്തിപൂർണ്ണമായ വർണ്ണനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് അവരുടെ രാജാവായിരിക്കും. किसी भी कवि की दृष्टि सामान्य जनजीवन पर नहीं पड़ी. ഒരു കവി പോലും സാധാരണക്കാരെ കുറിച്ചുള്ള ഒരു രചനയും എഴുതിയില്ല. यही कारण वीरगाथा काल की रचनाएं जनजीवन से दूर रहे. ഇതുകൊണ്ട് തന്നെ വീരഗാഥാ കാലത്തുള്ള രചനകൾ എപ്പോഴും സാമാന്യ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നും വളരെ ദൂരെയായിരുന്നു. टिंगल एवं पिंगल भाषा का उपयोग.
ടിങ്കൽ പിങ്കൽ തുടങ്ങിയ ഭാഷകളുടെ പ്രയോഗം. वीरगाथाकालीन कृतियों में राजस्थानी मिश्रित अपभ्रंश टिंगल भाषा का ज्यादा प्रयोग हुआ है. വീരഗാഥാകാലത്തെ കൃതികളിൽ രാജസ്ഥാനി മിശ്രിതം അപഭ്രംശിനെ പറയുന്ന പേരാണ് ടിങ്കൽ എന്ന ഭാഷ. ഇതാണ് പൃഥ്വിരാജ് രാസോയിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഭാഷ. पृथ्वीराज रासो, परमाल रासो, बीसलदेव रासो, घुम्मान रासो आदि इस काल के रासो ग्रंथों में टिंगल भाषा का उपयोग ज्यादा पाया जाता है. ഈ പറയുന്ന രചനകളിലെല്ലാം പൃഥ്വിരാജ് രാസോ, പരമാൽ രാസോ, ബീസൽദേവ് രാസോ തുടങ്ങിയ എല്ലാ രചനകളിലും നമുക്ക് ഈ ടിങ്കൽ ഭാഷയുടെ പ്രയോഗം കാണാം. इसका यह भी कारण होगा कि वीर के संकेत भावों का व्यक्त करने के लिए टिंगल भाषा का समुचित होता है. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ വീരരസത്തെ അതിൻ്റെതായ ആ ഒരു ഭാവത്തോടു കൂടി പ്രകടിപ്പിക്കുന്നത് ടിങ്കൽ ഭാഷ വളരെ ഉപയോഗപ്രദമായിരുന്നു. टिंगल को ऊंचे स्वर में പഠന പഠിത്താത ടിങ്കൽ ഭാഷയിൽ നമ്മളുടെ ആ സ്വരങ്ങളുടെ പ്രയോഗം വളരെ ഉച്ചസ്ഥായിലാണ് പ്രയോഗിച്ചിരുന്നത്. वीरगाथा काव्यों की भाषा प्रमुख रूप से टिंगल है तथापि कवियों ने पिंगल भाषा का प्रयोग भी किया है. കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് ടിങ്കൽ ആണെങ്കിൽ കൂടി പിംഗൽ ഭാഷയുടെ ഉപയോഗവും ഈ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാവ്യങ്ങൾക്ക് ദോ രൂപ, ഈ കാവ്യങ്ങളിലെല്ലാം രണ്ട് തരത്തിലുള്ള കാവ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആദികാലീൻ യാ വീരഗാഥാകാലീൻ കാവ്യകൃതിയോ മേ ദോ രൂപ ദേഖ്നെ കോ മിൽത്തെ ഹെ. രണ്ട് രൂപത്തിലുള്ള കൃതികളാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചിരുന്നത്. പഹല പ്രബന്ധ കാവ്യ ഹെ ജിസ്കെ അന്തർഗത മഹാകാവ്യ തഥാ ഖണ്ഡകാവ്യ ആത്തെ ഹെ. ആദ്യമായി കാണുന്ന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പ്രബന്ധ കാവ്യങ്ങളാണ്. പ്രബന്ധ കാവ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഉള്ള കാവ്യങ്ങളെയാണ് നമ്മൾ പ്രബന്ധ അധ്യായങ്ങൾ ഉണ്ടാവും, 7-8 അധ്യായങ്ങൾ ഉണ്ടാവും. ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ പ്രബന്ധ കാവ്യങ്ങൾ എന്ന്. ഇതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് പ്രബന്ധ കാവ്യങ്ങളിൽ, മഹാകാവ്യങ്ങളും ഖണ്ഡകാവ്യങ്ങളും. ദൂസര രൂപ മുക്ത കാവ്യ, രണ്ടാമത്തത് മുക്ത, അതിൽ അധ്യായങ്ങളോ കണ്ടിന്യൂറ്റിയോ ഉണ്ടാവില്ല, ചെറിയ ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ മുക്ത കാവ്യങ്ങൾ എന്ന് പറയുന്നത്. ഏക കഥ വിരഹിത് തഥാ അല്പ സ്വരൂപ കാ ഹോത്താ ഹെ. ഇത് വളരെ ചെറിയ രൂപത്തിലുള്ളതാണ് ഈ മുക്തകാവ്യങ്ങൾ. പ്രബന്ധ കാവ്യ യാ മഹാകാവ്യമേ സർഗ് യാ അധ്യായ ഹോത്താ ഹെ. ഈ പ്രബന്ധ കാവ്യത്തിലും മഹാകാവ്യങ്ങളിലും നമ്മൾ സർഗ്, അധ്യായങ്ങളെ പറയുന്ന പേരാണ് സർഗങ്ങൾ. ധാരാളം സർഗങ്ങൾ ഉണ്ടായിരിക്കും. वीरगाथाकालीन महाकाव्य पृथ्वीराज रासो में 69 समय അധ്യായ ഹെ. ഇതിൽ 69 അധ്യായങ്ങൾ ഇതിലുണ്ട്, പൃഥ്വിരാജ് രാസോയില് ഉണ്ട്. ബീസൽദേവ് രാസോ മുക്ത കാവ്യ, ബീസൽദേവ് രാസോ പക്ഷെ എന്താണ് ഒരു മുക്തക കാവ്യം ആണ്. इसमें കഥ നിർവാഹ് അവശി ഹെ കിന്തു ഇസ്കി പ്രകൃതി മുക്ത കാവ്യ. ഇതിൽ ഒരു വ്യക്തമായൊരു കഥയുണ്ടെങ്കിൽ കൂടി ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മുക്തക രീതിയിലുള്ള ഒരു കാവ്യമാണ് ഇത്. കൽപ്പനാക്കി വിവിധത, അതായത് ഭാവനയുടെ വൈവിധ്യപൂർണമായ പ്രയോഗം. आदिकालीन या वीरगाथाकालीन काव्यकृतियों में ऐतिहासिकता का कम है, कल्पनाशीलता अधिक लगता है. ആദ്യകാലീന കാലത്തിലെ വീരഗാഥ കാവ്യങ്ങളിൽ ചരിത്രത്തിന്റെ കുറവും ഭാവനയുടെ അധികവും കാണാൻ സാധിക്കും. सभी कवियों ने ऐतिहासिक व्यक्ति को पात्र तो लिया है किंतु बाकी कल्पना के अनुसार किया है. എല്ലാ കവികളും അതിൻ്റെ നായകനെ ചരിത്രത്തിൽ നിന്ന് എടുക്കുന്നു, പക്ഷേ അതിൽ വരുന്ന സംഭവങ്ങളെല്ലാം അവരുടെ ഭാവനയ്ക്കനുസരിച്ച് എഴുതുന്നു. इसलिए काल का धड़कन समझने को असमर्थ हो जाता. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന്റെ തുടിപ്പ്, അതായത് ആ കാലഘട്ടത്തിൽ എന്താണ് നടന്നിരുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നെക്സ്റ്റ് പോയിന്റ്, വീർ തഥാ ശൃംഗാരരസ്. ആ കാലഘട്ടത്തിലെ രചനകളുടെ പ്രധാന രസം എന്ന് പറയുന്നത് വീരരസവും ശൃംഗാരരസവും ആയിരുന്നു. വീരഗാഥാകാलीन साहित्य में वीर तथा श्रृंगार रस मुख्य रही है. कुछ वर्णनों के प्रसंगों में वीर रस भारी मात्रा में पाया जाता है. പക്ഷേ നമ്മൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവാം, രചനകൾ എടുത്ത് വായിക്കുമ്പോൾ അതിൽ വീരരസത്തിനാണ് പ്രാധാന്യം, വീരരസം തുളുമ്പുന്ന രചനകളാണ് കൂടുതലായിട്ടും കാണപ്പെട്ടിരുന്നത്. वीररस को साथ भयानक अद्भुत बीभत्स रसों का सुंदर പരിഭാഗ മിൽത്താ ഹെ. കൂടാതെ ഭയാനക്, അദ്ഭുത, ബീഭത്സ് എന്ന് പറയുന്ന ഈ രസങ്ങൾ കൂടെ ഈ രചനകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. इनके साथ ही है कवि अपने आश्रयदाता के विलासी जीवन को उद्दीपन करने के लिए श्रृंगार रस के वर्णन भी खूब करते थे. കൂടാതെ ഈ കവികളെല്ലാം അവരുടെ രാജാവിൻ്റെ
എന്താണ് പ്രണയം തുളുമ്പുന്ന ആ ഒരു സംഭവങ്ങൾ വർണ്ണിക്കുക വഴി ശൃംഗാര രസത്തിന്റെ പ്രയോഗവും അവരുടെ രചനകളിൽ ചെയ്തിരുന്നു. चारण कवियों ने सुंदरियों का रूप वर्णन, नवशिक वर्णन, संयोग एवं वियोग वर्णन का सहारा मिलता है. ചാരൻ രാസകവികൾ, ചാരൻ കവികളും ആ കാലഘട്ടത്തിലെ കവികൾ തന്നെയാണ്. ഈ ചാരൻ കവികളും എന്തായ സുന്ദരികളായ സ്ത്രീകളുടെ രൂപവർണ്ണനകൾ, അവരുടെ നഖശിക വർണ്ണൻ എന്ന് പറയുമ്പോൾ അടിമുടിയുള്ള വർണ്ണൻ, അതിനെയാണ് നമ്മൾ നഖശിക വർണ്ണൻ എന്ന് പറയുന്നത്. സംയോഗേവം വിയോഗ, ശൃംഗാരത്തിലെ രണ്ട് ഭാഗങ്ങളാണ് സംയോഗ ശൃംഗാരവും വിയോഗ ശൃംഗാരവും, അതായത് പ്രണയവും വിരഹവും. ഇതിനെല്ലാം അവർ വർണ്ണിച്ചിരുന്നു. युद्ध के समय वीर और शांति के समय श्रृंगार इन कवियों के मुख्य रस थे. യുദ്ധത്തിന്റെ സമയത്ത് വീരരസവും ശാന്തിയും അതുപോലെ പ്രണയത്തിന്റെ സമയത്ത് ശൃംഗാരരസവുമാണ് ഈ കവികൾ ഉപയോഗിച്ചിരുന്നത്. चारण काव्य और मैथिल कोकिल विद्यापति की पदावली कीर्तिलता आदि में श्रृंगार रस की आधिक्य दिखाई देती है. ചാരൻ കവികളിലും മൈഥിൽ കോകിൽ എന്നറിയപ്പെടുന്ന വിദ്യാപതിയുടെ പദാവലിയിലും കീർത്തിലതയിലും നമുക്ക് ശൃംഗാരരസത്തിന്റെ ഉപയോഗമാണ് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ചന്തോം കാ പ്രयोग. ചന്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വൃത്തം എന്ന് പറയുന്നതാണ് ചന്ത്. വീരഗാഥ കാലമേ ബഹുത് സെ ചന്തോം കാ സമ്യക് പ്രയോഗം മിൽത്ത. വീരഗാഥ കാലത്തിൽ വളരെയധികം ചന്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. आदिकाल या वीरगाथा काल के रासो साहित्य में दोहा, गाथा, रोला, तोमर, तोड़ग, कुंडलियां, उल्लाला, साडग, आर्य जैसे विभिन्न छंदों का उपयोग हुआ है. ആദികാലത്തിലെ വീരഗാഥാത്മക രചനകളിൽ ഈ പറയുന്ന ഏതൊക്കെ? ഗാഥ, ദോഹ, റോള, തോമർ, തോടക്, കുണ്ടലിയ, ഉല്ലാല, സാടക്, ആര്യ തുടങ്ങിയ പലതരത്തിലുള്ള വൃത്തങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ചന്തോं की बहुलता दिखाई देने वाली एकमात्र रचना पृथ्वीराज रासो है. ഈ വൃത്തങ്ങളുടെ എല്ലാം എണ്ണത്തിലുള്ള ബാഹുല്യം കൂടുതൽ കാണപ്പെടുന്നത് പൃഥ്വിരാജ് രാസോയിൽ ആണ്. പൃഥ്വിരാജ് രാസോ 68 ചന്തോं का प्रयोग मिलता. ഈ പൃഥ്വിരാജ് രാസോയിൽ 68 വൃത്തങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൃഥ്വിരാജ് രാസോ में तो भावों का अनुकूल चंद विधान है. പൃഥ്വിരാജ് രാസോ എന്ന് പറയുന്നതിനെ വൃത്തങ്ങളുടെ ഒരു അജായിഘർ എന്നാണ് അതിനെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അലങ്കാരവും കാ സമാവേശ്. അലങ്കാരങ്ങളും ഈ പണ്ട് വൃത്തവും അലങ്കാരങ്ങളെല്ലാം ഒത്തുചേർന്ന രചനകളാണ് ആദ്യകാലത്ത് എഴുതപ്പെട്ടിരുന്നത്. വീരഗാഥാകാलीन साहित्य में अलंकारों का उपयोग बड़ी मात्रा में पाया जाता है. വീരഗാഥാകാലത്തെ രചനകളിൽ അലങ്കാരങ്ങൾ വളരെ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നു. इस काल के कवियों ने അതിശയോക്തി, ഉൽപ്രേക്ഷ, യമക്, ഉപമ, രൂപക്, വക്രോക്തി, അനുപ്രാസ് ആദി അലങ്കാരോं का अच्छा उपयोग किया है. ഈ കാലത്തെ കവികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് അതിശയോക്തി അലങ്കാരം, ഉൽപ്രേക്ഷ, യമക്, ഉപമ, രൂപക്, വക്രോക്തി, അനുപ്രാസ് തുടങ്ങിയ അലങ്കാരങ്ങളാണ് ഇവർ കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ്, കാവ്യശൈലി. ഈ കൃതികളുടെ കാവ്യശൈലി എങ്ങനെയായിരുന്നു നോക്കാം. വീരഗാഥാകാलीन काव्य में विविध प्रकार के नृत्य, गीत एवं अभिनय का चित्रण मिलते थे. വീരഗാഥാകാലീന രചനകളിൽ പലതരത്തിലുള്ള നൃത്തങ്ങൾ, ഗീതങ്ങൾ, അഭിനയങ്ങൾ എന്നിവയുടെ എല്ലാം വർണ്ണനകളും ഉണ്ടായിരുന്നു. इसलिए इसमें रासो शैली के सिवा फागु काव्य शैली भी दिखाई देता है. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ രാസോ ശൈലിയിൽ മാത്രമല്ല ഫാഗു ശൈലിയിലുള്ള കൃതികളും ഉണ്ടായിരുന്നു. इस काल के कुछ रचनाएं प्रबंधात्मक है तो और कुछ मुक्तक शैली में मिलती है. കുറച്ച് കൃതികൾ പ്രബന്ധാത്മകമാണെങ്കിൽ കുറച്ച് കൃതികൾ എങ്ങനെയായിരുന്നു? മുക്തക്. ഞാൻ പറഞ്ഞു പ്രബന്ധാത്മകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ അധ്യായങ്ങൾ ഉണ്ടാവും, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാവും, ഒരു വലിയ ഗ്രന്ഥമായിരിക്കും പ്രബന്ധാത്മക ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷെ മുക്തകത്തിൽ എന്താ പറയുക, ഒരു സ്റ്റോറി ഉണ്ടാവും, പക്ഷെ അത് ഒരു അധ്യായങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ മുക്തക രചനകൾ എന്ന് പറയുന്നത്. उपदेश रसायन रास, भारतेश्वर बाहुबली रास, चंदनबाला रास, रेवंत गिरी रास आदि गीत नृत्य परक रचनाओं के अंतर्गत आता है. उपदेश रसायन रास, भारतेश्वर बाहुबली रास, ചന്ദൻബാല രാസ്, രേവന്ത് ഗിരിരാസ് തുടങ്ങിയ നൃത്യപരക്, ഇതിലൊക്കെ നൃത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നൃത്യവർണ്ണനകളുള്ള രചനകളാണ്. ഇതുമെല്ലാം ഈ ഫാഗു രചനകളിലും പെട്ടതാണ്. വീരഗാഥാത്മക കാവ്യ പരമ്പര का विकास परवर्ती हिंदी साहित्य में हुआ है. ഈ വീരഗാഥാത്മക കാവ്യരചനകളുടെ പരമ്പരയുടെ വികാസം പർവർത്തി ഹിന്ദി സാഹിത്യത്തിലാണ് പെടുന്നത്. മധ്യകാൽ में पृथ्वीराज राठौड़, दूरसाजी, भाकीदास,
सूर्यमल्ल मिश्रण आदि की रचनाएं टिंगल भाषा में वीरगाथाओं की प्रस्तुत करती है. കൂടാതെ പിന്നീട് വന്ന പൃഥ്വിരാജ് റാഠോഡ്, ദൂർസാജി, ഭാക്കിദാസ്, സൂര്യമൽ മിശ്രൺ ആദി എന്നിവയുടെയെല്ലാം ടിങ്കൽ ഭാഷയിലുള്ള വീരഗാഥാത്മക രചനകളും പിന്നീട് കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. നമുക്കിതിൻ്റെ ഒരു അവലോകനം നോക്കാം. आदिकालीन या वीरकालीन रचनाओं में जनजीवन का चित्रण दिखाई नहीं देता है. നമുക്ക് ഓൾറെഡി മനസ്സിലായതാണ് അല്ലേ, ആദ്യകാലത്തിലെ വീരഗാഥാത്മക രചനകളിൽ എന്തില്ല, സാധാരണ ജനങ്ങളുടെ വർണ്ണന എവിടെയും, അവരുടെ ജനജീവിതത്തെക്കുറിച്ചുള്ള വർണ്ണന നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. കാവ്യമേ പ്രജാക്കെ ലിയേ സ്ഥാൻ നഹിയെ, ഈ രചനകളിലെ പ്രജകൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. രാജാക്ക സ്ഥാൻ സർവോപരി, രാജാവ് മാത്രമായിരുന്നു ഈ രചനകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത്. ഈ സമയത്തെ കാവ്യോമേ രാജാവോം കി പ്രശംസ തഥാ സുന്ദരിയോ കാ ശൃംഗാർ വർണ്ണൻ പ്രബലൻ. ഈ രചനകളിലെ രാജാക്കന്മാരുടെ പ്രശംസയും സുന്ദരികളുടെ വർണ്ണനയും മാത്രമാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. മുഖ്യരസ വീര തഥാ ശൃംഗാർ ഹെ, മുഖ്യരസങ്ങൾ വീരരസവും ശൃംഗാരരസവും ആയിരുന്നു. ഈ സമയം കാവ്യ മുഖ്യതാഹ പ്രബന്ധാത്മക് തഥാ മുക്തഗ്രൂമേ ദിക്കായി ദേത്തായി. ഈ കാലഘട്ടത്തിലെ രചനകൾ പ്രധാനമായും പ്രബന്ധ കാവ്യങ്ങളും മുക്തക കാവ്യങ്ങളും ആയിരുന്നു. കവിയോമിനെ ടിങ്കൽ പിങ്കൽ ഭാഷാക്ക പ്രയോഗം, ഈ കവികളിലെല്ലാം ടിങ്കൽ പിങ്കൽ ഭാഷയിലുള്ള പ്രയോഗം ഉണ്ടായിരുന്നു. വീരഗാഥാകാലീൻ കാവ്യമേ ചന്ദോർ അലങ്കാരോ കി വിവിധത പായി ജാതി ഹെ. വീരഗാഥാകാലത്തിലെ കാവ്യങ്ങളിൽ ചന്ദിന്റെയും വൃത്തത്തിന്റെയും അലങ്കാരത്തിന്റെയും ഉപയോഗം ഉണ്ടായിരുന്നു. കൽപ്പന ഹി വ്യാപകത ഇസ് കാൽ കെ കൃതിയോമേ ദൃഷ്ടിഗോചർ ഹോത്തി ഹെ. ഭാവനയുടെ വ്യാപകത ഈ കാലഘട്ടത്തിലുള്ള കൃതികളിൽ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുമായിരുന്നു. ഇത്രയുമാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ആദ്യകാലത്തിലെ സാഹിത്യത്തിന്റെ അതിലെ രചനകളുടെയും വിശേഷതകളുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ കംപ്ലീറ്റ് കവർ ചെയ്തത്. ഇതിലെ പ്രധാനപ്പെട്ട അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറയുന്നത് 15 മാർക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വീരഗാഥ നാമകരൺ കി സമസ്യ. വീരഗാഥാകാലത്തിന് ആ പേര് കൊടുത്തിരിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, വീരഗാഥാകാലത്തിന്റെ പേര് എങ്ങനെയൊക്കെയാണ് വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ പ്രബന്ധ और മുക്ത രചനാവോക്കെ നാം ലിഖിയെ. ഈ ആദ്യകാലത്തിലുള്ള രചനകളുടെ നമ്മളിപ്പോൾ കുറേ വിശേഷതകൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട അസൈൻമെന്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ആദ്യകാലത്തിലെ രചനകളുടെ വിശേഷതകൾ എഴുതാൻ വരും. അപ്പോൾ നമ്മളത് പോയിന്റ് ആയിട്ട് എഴുതണം. നല്ല സിമ്പിളായിട്ട് മനസ്സിലാവുന്ന ഒരു ലെസണാണ്. വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.